നടി റോഷ്ന ആൻഡ് റോയി പരാതി ഉന്നയിച്ച KSRTC ബസ് ഓടിച്ചിരുന്നത് LH യദു തന്നെയെന്ന് സ്ഥിരീകരണം. മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയതിന് പിന്നാലെയാണ് യദുവിൽ നിന്നും സമാനമായ അനുഭവം ഉണ്ടായി എന്ന് റോഷ്ന വെളിപ്പെടുത്തിയത്. സംഭവ ദിവസത്തെ KSRTC ഷെഡ്യൂൾ വിവരങ്ങൾ 24-ന് ലഭിച്ചു. ആരോപണം യദു നിഷേധിച്ചു. ഇതിന്റെ ഭാഗത്ത് നിൽക്കുക ആരായാലും റോഷ്നി എന്ന് പറയുന്ന വ്യക്തി 30-ാം തീയതി തൊട്ട് ഈ 3-ാം തീയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു കണക്കില്ല ചേട്ടെ. നിങ്ങളൊരു പെണ്ണാണ്, ഞാൻ ഒരു ആണായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഈ നാളെ ഒരു കാലത്ത് നിങ്ങൾ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കില്ലേ? ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട്. ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് 1 വർഷത്തോളം. നിങ്ങൾ മീഡിയാസ് ഏത് മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട് വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട്. നിലമ്പൂർ വഴിക്കടവ് ഓടി, കോഴിക്കോട് മിന്നൽ ഓടി, അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത്. മെമ്മറി കാർഡ് പോയിട്ടുണ്ടെങ്കിൽ അത് കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. അത് മെമ്മറി കാർഡ് എന്തായാലും കോടതിയിൽ തെളിയിക്കണമല്ലോ. നടി റോഷ്ന ആൻഡ് റോയിയുടെ പരാതിയിൽ KSRTC ആഭ്യന്തര വിജിലൻസ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. വണ്ടി ഓടിച്ചത് യദു തന്നെയെന്നും യദു സ്ഥിരീകരണ മൊഴി നൽകിയെന്നും റിപ്പോർട്ടിൽ പരാമർശം. ഗതാഗത മന്ത്രിക്കാണ് റിപ്പോർട്ട് നൽകിയത്. മേയറുമായുണ്ടായ തർക്കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡ്രൈവർ യദു കോടതിയിൽ ഹർജി നൽകി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഈ യദുവിനെതിരെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണ്? കൂടാതെ യദു ഇന്ന് സ്വീകരിച്ച നിയമ നടപടികളുടെ വിശദാംശങ്ങളും എന്തൊക്കെയാണ്? വേണു, ഇന്നലെയാണ് സിനിമാ താരമായ റോഷ്ന ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത്. പിന്നാലെ KSRTC ആഭ്യന്തര വിജിലൻസ് ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ പരിശോധനയും പിന്നാലെ അന്വേഷണവും ആരംഭിച്ചു. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഗതാഗത മന്ത്രിക്ക് കൈമാറിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ആ സംഭവ ദിവസം വണ്ടി ഓടിച്ചത് യദു തന്നെയാണ്. അതിൽ കൃത്യമായി പറയുന്നത് RPE 492 എന്ന നമ്പറിലുള്ള വാഹനം അത് ഓടിച്ചത് യദു തന്നെയാണ്. അത് യദു ഒരു സ്ഥിരീകരണ മൊഴിയായി നൽകിയിട്ടുണ്ടെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായ സംഭവ ദിവസം ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്കും KSRTC ആഭ്യന്തര വിജിലൻസ് കടന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം KSRTC സെൻട്രൽ ഡിപ്പോയിലെ ഡിപ്പോ ഷെഡ്യൂളായിരുന്നു. ആ ഡിപ്പോ ഷെഡ്യൂളിൽ കഴിഞ്ഞ ദിവസം റോഷ്ന ആരോപിച്ചതുപോലെ ജൂൺ 19-ാം തീയതി വാഹനം ഈ പറയുന്ന ഈ ബസ് KSRTC ബസ് ഡ്രൈവ് ചെയ്തത് യദു തന്നെയാണെന്നുള്ള സ്ഥിരീകരണമുണ്ട്. മാത്രമല്ല ജൂൺ 18-നാണ് തിരുവനന്തപുരത്ത് നിന്ന് വഴിക്കടവിലേക്ക് സർവീസ് ആരംഭിച്ചതെന്നും 19-ാം തീയതി വഴിക്കടവിൽ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തി എന്നും സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ആ ഡിപ്പോ ഷെഡ്യൂളിലുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം അത് പുരോഗമിക്കുകയാണ്. ആ തൊട്ടടുത്ത ദിവസത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണ റിപ്പോർട്ടും KSRTC ആഭ്യന്തര വിജിലൻസ് അത് വകുപ്പ് മന്ത്രിക്ക് നൽകുമെന്നുള്ള വിവരമായി. അതിനിടയിലാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടാകുന്നത്. ഈ മേയറുമായി ബന്ധപ്പെട്ട തർക്കവുമായി ഉള്ള തർക്കത്തിന്റെ ഭാഗമായി അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്നാരോപിച്ച് യദു കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് യദു ഇന്ന് ഹർജി സമർപ്പിച്ചത്. കോടതിയുടെ മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ കോടതി നിർദ്ദേശിക്കുന്ന തരത്തിലേക്കോ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് യദുവിന്റെ ആവശ്യം. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.